നമസ്കാരം. ഞങ്ങളിപ്പോൾ ഓമീത്തിനടുത്തുള്ള ഒരു മൗണ്ടൻ കയറാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന മല, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ സ്പോട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഫ്രണ്ടിൽ കാണുന്ന ഈ മല, ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ആ മല നമുക്ക് അതിൻ്റെ മുകളിലെത്തണം. ആ മലയുടെ ടോപ്പിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് ഈ മല ടോപ്പിലെത്തിയിട്ട് നമുക്ക് ഇറങ്ങി വേണം. അതാണ് ഇന്നത്തെ ടാർഗറ്റ്. ഇതിലാണ് കയറാൻ പോകുന്നത്. മല കയറുന്നതിൻ്റെ എൻട്രൻസ് പോയിന്റിൽ ഒരു ഗേറ്റ് അടച്ചു വെച്ചേക്കുക. എനിക്കൊന്ന് വണ്ടി കയറ്റായിരിക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മളിങ്ങനെ ഇതിലെ കൂടെ വലിഞ്ഞാണ് കയറിയാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ എഴുതിച്ചു ഡോഗ്സ് ആർ നോട്ട് അലൗഡ് ഓൺ ദിസ് മൗണ്ടൻ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോഗ്സിനെ കൊണ്ട് വരാൻ പറ്റത്തില്ല. ഈ മലയാണ് കയറാൻ പോകുന്നത്. നമ്മളിങ്ങനെ ഇതിലെ കൂടെ വേണം കയറാനായിട്ട്. കൊള്ളാല്ലേ പരിപാടി? വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ കയറാൻ വഴിയൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ലൊരായിട്ട് കയറണം. നമുക്കിനി വഴി തെളിക്കാം. തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 9 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ട്. കാറ്റുണ്ട് ഇവിടെ. നമ്മുടെ ചുറ്റിനും മല. അയ്യോ, ഭാഗ്യം വെയിൽ വന്നു കേട്ടോ. ഇതിലെ കൂടെ പോയിട്ട് ഈ മലയുടെ ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് ആ മല അങ്ങ് അറ്റത്തുള്ള മലയുടെ ടോപ്പിലോട്ട് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് എത്തണം. നമ്മൾ നടന്ന് ഇത്രയും ആയിട്ടുണ്ട്. അങ്ങ് താഴെ കാണുന്ന നമ്മൾ പാർക്കിങ്. മലയെല്ലാം നമ്മുടെ മഞ്ഞ് വീഴുന്ന സമയത്ത് വിൻ്ററിൽ ഇവിടെ എല്ലാം ഫുള്ള് മഞ്ഞായിരിക്കുക. ഇവിടെ എല്ലാം ഫുള്ള് മഞ്ഞായിരിക്കും. ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുള്ള് മഞ്ഞായിരിക്കുക. ഈ താഴെ കാണുന്ന ടൗണാണ് ഓമീത്ത്. അങ്ങ് അപ്പുറത്ത്. ഏണ്ട ഇപ്പം 11:45 ഏകദേശം 3/4 മണിക്കൂറുണ്ട്. നമ്മൾ ഏകദേശം പകുതി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ടോപ്പിലെത്താനായിട്ട്. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത മലയിലേക്ക് കയറേണ്ടത്. അങ്ങേ അറ്റത്ത് ബോട്ട് കിടപ്പുണ്ട്. ഇത് കപ്പലാണിത്. ഏകദേശം മുകളിലെത്തി. ശകലം കൂടെ ഉള്ള കയറാൻ. മല എത്ര കേട്ടും തീരുന്നില്ല കേട്ടോ. കുറേ നേരമായി. അയ്യോ, കയറി പകുതിത്തെ വീണ്ടും അന്നേരം കാണുന്ന മേളുടെ വീണ്ടും മല കിടക്കുന്നത്. വീണ്ടും നമ്മൾ കയറി പകുതിയെത്തുമ്പോൾ പിന്നെ അവിടുന്ന് പുതിയ മല കാണും. അങ്ങനെ വഴി കിട്ടിയിട്ടുണ്ട്. ഏകദേശം മേളിലെത്തിയപ്പോൾ കയറിപ്പോൾ ഉള്ള വഴി കണ്ടിട്ടിട്ടുണ്ട്. ഇത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരടിച്ചു വെച്ചിരിക്കുന്ന വഴിയാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ ഓരോ കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കുറ്റീനെ ലക്ഷ്യമാക്കി നടന്നാൽ മതി. ഇത് 2 മലയുടെ മീറ്റിംഗ് പോയിൻ്റാണ്. എന്ത് പറയണ്ടേ? എൻ്റെ ബാക്ക് സൈഡിൽ കിടന്ന മലയിൽ പോകണം. ഈ റൂട്ടിൽ പോകണം. നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിൽ കിടന്ന മലയിൽ പോകണം. നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ടൗണിൻ്റെ ലക്ഷ്യമാക്കി ഏകദേശം മുകളിലെത്തറായി. അന്നേരമാണ് ദൂരെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരാളെ ഞങ്ങൾ കണ്ടു. ഫസ്റ്റ് ടൈമാണ് കാണുന്ന ഒരാൾ മുകളിലെത്തിയപ്പോൾ. അദ്ദേഹം മല കയറിയിട്ട് തിരിച്ച് ഇറങ്ങി വരുവാണ്. നമ്മൾ മല കയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മീൻസിലേക്ക് ടോപ്പ് അടിക്കാൻ പോവുകയാണ് നമ്മൾ. കയറാൻ പോവുകയാണ്. അതാണ് ടോപ്പ്. നമ്മളിപ്പോൾ ആ കാണുന്ന മലയിൽ നിന്ന് അവിടെ കയറി നടന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഇനി ഇവിടുന്ന് ഇതിന് മുകളിലേക്ക് കയറുന്നു. ഈ മൗണ്ടനിലാണെങ്കിൽ കുട്ടിക്ക് പകരമായിട്ട് ഇവർ കൊടുത്തേക്കുന്ന പാറയിൽ പെയിന്റ് ഇട്ട് വെച്ചേക്കുവാണ്. ഏകദേശം മുകളിൽ എത്തിരിക്കുകയാണ്. ഇവിടുത്തെ മീറ്റിംഗ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ മലയിൽ നിന്ന് വരുന്നവർക്കും പിന്നെ ആ മലയിൽ നിന്ന് വരുന്നവർക്കും പിന്നെ ഈ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്നുള്ള മീറ്റിംഗ് പോയിന്റ് ആണെന്ന് തോന്നുന്നത്. ടോപ്പായോ? യെസ് ഗൈസ്, ഞങ്ങളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കിലേക്ക് ഓടിക്കേറി അവസാനം എത്തി. ഏറ്റവും ഹയ്യസ്റ്റ് പീക്ക്. ഞങ്ങൾ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കിലെത്തി. ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ട്രക്കിംഗ് ആയിരുന്നു വൺ സൈഡ്. അങ്ങനെ അവസാനം എത്തിയിട്ടുണ്ട്. മൗണ്ടൻ ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 മണിക്കൂർ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തി. എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു സൈഡ്
കാറ്റുണ്ട്. അപ്പം ഇത് ഈ ഭാഗത്തുള്ളതാണെങ്കിൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അങ്ങനെ മൗണ്ടെയിൻ മുകളിൽ ഇത്രയും തിരിച്ചിറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ട്രാപ്പ് മേളിൽ തിരിച്ചിറങ്ങിയപ്പോൾ മൊത്തം മഴ പെയ്യാൻ തുടങ്ങി. ആലിപ്പഴമാണ് കാണാൻ പറ്റുന്നില്ല. നല്ല ചെറിയ ആലിപ്പഴം, നല്ല വേദനയുണ്ട്. നീ കാണാൻ പറ്റുന്നതാണ് നല്ലൊരു ആലിപ്പഴം വീഴുന്നുണ്ട്. നല്ല വേദനയുണ്ട് കേട്ടോ. ആലിപ്പഴം വീഴുമ്പോൾ നല്ല ഫോഴ്സ് ഉണ്ട്. മുഖത്തടിച്ച് വീഴുന്നത്. കൈയെല്ലാവരും ചോന്ന് എല്ലാവരും മരവിച്ച് പോയി. ചെടി അടിച്ച് എടുക്കാൻ പറ്റത്തില്ല. അയ്യോ, പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത്. ചോന്ന് എല്ലാവരും പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് എല്ലാവരും ഞങ്ങൾ കുറേ ഓടി. ആലിപ്പഴം വീഴുകൊണ്ട് നല്ല ഫോഴ്സ് വരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല. കൈ എല്ലാവരും ഫ്രോസൺ ആയിപ്പോൾ എല്ലാവരും കൈ താഴോട്ടിറങ്ങാൻ നല്ല കഷ്ടപ്പാടുണ്ട്. ഇവരിങ്ങനെ ഓരോ കുറ്റി അടിച്ചു വെച്ചേക്കുന്നുണ്ട്. നമുക്ക് പ്രയോജനമുണ്ട്. കുറ്റി നോക്കി മാത്രം നടക്കുക. ഒരു കുറ്റിയിൽ നിന്ന് അടുത്ത കുറ്റിയിലേക്ക്. നമ്മൾ അങ്ങോട്ട് കയറുന്ന ഡയറക്റ്റ് മല കയറി പോകുമായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങാൻ എപ്പോഴും കുറ്റി അവർ പറഞ്ഞേക്കുന്ന വഴി കൂടെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെ സൈഡ് സിക്സാക്ക് പോലെ ഇറങ്ങാൻ പറ്റും നമുക്ക്. അതാണ് ഏറ്റവും നല്ലത്. മഴ പെയ്തുകൊണ്ടാണ് തിരിച്ചു പോകുന്ന വഴിയെല്ലാം വെള്ളം കയറി. അപ്പം ഭയങ്കര സ്ലിപ്പറിയായി നമ്മൾ പോകുന്ന വഴിയെല്ലാം. നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് വരാവൂ. ക്ലൈമറ്റ് നോക്കിയിട്ട്. മഴ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇറങ്ങരുത്. കാരണം എല്ലാ വഴിയും എല്ലാം പാറയാണല്ലോ കൂടുതൽ ഇവിടെ. എല്ലാ വഴിയും സ്ലിപ്പറിയാവും. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓമീത്തിന് അവിടുത്തെ മൗണ്ടെയിൻ ഞങ്ങൾ അങ്ങനെ ഹൈക്ക് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അയർലൻഡിൻ്റെ നോർത്തേൺ അയർലൻഡ്, അതായത് UK ബോർഡറിലുള്ള ഒരു മൗണ്ടെയിൻ ആണ്. നിയർലി 4 hours എടുത്തിട്ടുള്ളൂ ഇത് കവർ ചെയ്യാനായിട്ട്, മേളിൽ കയറി തിരിച്ചിറങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയ ഉള്ളവരാണെങ്കിൽ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വെതർ നോക്കിയിട്ട് ഇറങ്ങുക. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് പറയുന്നത്. വെതർ നോക്കിയിട്ട് ഇറങ്ങാവൂ. പിന്നെ എല്ലാ ഐറ്റംസും ഗ്ലൗസും എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഇറങ്ങുക.